എൻഡോസൾഫാൻ ട്രാജഡി നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ വലിയൊരു വേദന. ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം അത് തളിക്കും. ഫസ്റ്റ് കിണറിലെ മൊത്തം തവളയൊക്കെ ചത്ത് മരുന്നാണ്. അതിൻ്റെ എൻഡോസൾഫാൻ ഒരു ജനിതക രോഗങ്ങളിലേക്കാണ് യഥാർത്ഥത്തിൽ വഴിവെച്ചിട്ടുള്ളത്. ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ഉള്ളത് സഹജീവനം സ്നേഹഗ്രാമത്തിലാണ്. കേരള സർക്കാരിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എൻഡോസൾഫാൻ റിഹാബിലിറ്റേഷൻ വില്ലേജ് ആണിത്. എൻഡോസൾഫാൻ പ്ലാന്റേഷനെ കുറിച്ചും അതുണ്ടാക്കിയ വിപത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഡോക്യുമെൻ്റുകളിലൂടെയും വാർത്തകളിൽ അറിഞ്ഞിട്ടുണ്ട്. മനോജ് ചേട്ടൻ റിഹാബിലിറ്റേഷൻ വില്ലേജിൻ്റെ സെക്യൂരിറ്റിയാണ്. സാറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നാടിൻ്റെ ഒരു ചുറ്റുപാട് മനസ്സിലായത്. മരുന്ന് ലോഡ് ചെയ്തിട്ട് ഒരു ഗോഡൗൺ ഉണ്ട്, അവിടുന്ന് മരുന്ന് ലോഡ് ചെയ്തിട്ട് മൊത്തം ഇവിടെ കശുമാവുണ്ടായിരുന്നു, അതിലൊക്കെ മൊത്തം ഇത് തളിക്കുമായിരുന്നു. നമുക്കറിയാം, എൻഡോസൾഫാൻ ട്രാജഡി നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ വലിയൊരു വേദന. ഒരുപാട് പേരുടെ ജീവൻ അപഹരിക്കുകയും ഒരുപാട് പേരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്ത ഒരു സംഭവം ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മളിവിടെ കൊടുക്കുന്നത് വെച്ചാൽ എൻഡോസൾഫാൻ വിക്ടിംസിൻ്റെ റീഹാബിലിറ്റേഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാത്രമല്ല, ഭിന്നശേഷിക്കാരായ എല്ലാ ആളുകളെയും നമ്മൾ സർവീസ് കൊടുക്കണം എന്നുള്ളതാണ്. എൻഡോസൾഫാൻ വിക്ടിംസിന് വേണ്ടി കാസർഗോഡ് ജില്ലയിൽ മുളിയാർ പഞ്ചായത്തിൽ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് തുടങ്ങിയ ഒരു സെൻ്ററാണ് ഇപ്പോൾ നമ്മളുള്ളത്. 25 ഏക്കർ ക്യാമ്പസിൽ 5 കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 1-ാം വർഷത്തിലേക്ക് കടന്നിട്ടുണ്ട് സഹജീവനം എന്നുള്ള പ്രൊജക്റ്റ്. ആ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. താങ്ക് യു മാനേജ് സാർ.